നോമ്പ് സമയത്ത് ഇതര മതസ്ഥർ കടകൾ തുറക്കാൻ പാടില്ല. അതിൻ്റെ അടുത്ത ഭാഗമാണ് കാസർഗോഡ് ഉളിയടുക്ക ടൗണിൽ ജുമാ നിസ്കാരത്തിനിടെ ശുചിത്വ മിഷൻ്റെ ഭാഗമായി അവിടേക്ക് എത്തിയ ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയ വനിതകൾക്ക് നേരെ SDPI നടത്തിയ ആക്രമണം. ഈ ആക്രമണം നടത്തിയ പല ആൾക്കാരും അവിടുത്തെ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് കണ്ടെത്തൽ. നേരത്തെയും ഇവർക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിൻ്റെ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയതും മറ്റ് ഇതര ആക്രമ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടതുമായിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ നേരത്തെ കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ അവർ നേരത്തെ നടത്തിയിരുന്നു. ഇപ്പോൾ ലവ് ജിഹാദ് പോലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. അത് മാത്രമല്ല, ISISൽ ലവ് ജിഹാദിൽപ്പെട്ട ആൾക്കാർ ISISൽ എത്തിപ്പെട്ടിരുന്നു. അപ്പോൾ ISISന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നു. ഖിലാഫത്ത് സംഘടിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. കേരളത്തിൻ്റെ സർക്കാർ ഇതിനൊക്കെ നേരെ കണ്ണടച്ചു കൊടുക്കുന്ന ഒരു അനുഭവവും കേരളത്തിനുണ്ട്. ഇത് ഒരിക്കലും ഒരു ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരിക്കലും ഒരു ആശാസ്യമായിട്ടുള്ള ഒരു രീതിയിലല്ല പോകുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു വസ്തുത, കാസർഗോഡ് ചില പ്രദേശങ്ങൾ, ഇപ്പോൾ തളങ്കര, നായർമാമൂല പോലുള്ള പ്രദേശങ്ങൾ ഒരുപക്ഷെ പോലീസിന് പോലും ചെന്നെത്താൻ കഴിയാത്ത വിധം SDPI പ്രവർത്തകർ അവരുടെ വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഇത്തരം പ്രദേശങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാകണം. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. കേരളത്തിലൊരു വലിയ സ്ഫോടനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എങ്കിലും ഇവിടെ നിന്ന് ധാരാളം തീവ്രവാദികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നിരവധി ആരാധനാലയങ്ങൾ, വിശ്വപ്രസിദ്ധമായ ശബരിമല ഉൾപ്പെടെയുള്ള നിരവധി ആരാധനാലയങ്ങൾ ഉള്ള കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ നയമുണ്ട്. ആ സർക്കാർ നയം തികച്ചും എതിർക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതൊന്നും കൃത്യമായ രീതിയിൽ ഒരു ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്നുണ്ട് എങ്കിലും അതിലൊക്കെ ഒരു മാറ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴായി ഹിന്ദു വിരുദ്ധ സമീപനങ്ങളല്ലാതെ മറ്റ് സമീപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് വേണം കഴിയും. ഇപ്പം ശബരിമലയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല ഇത്രയും തിരക്ക് ഉണ്ടായ സമയങ്ങളിൽ പോലും അവിടെ വേണ്ടത്ര ജലമോ ഭക്ഷണ വസ്തുക്കളോ പോലും ഇല്ലാതെ ഭക്തർ കഷ്ടപ്പെടുമ്പോൾ പോലും അവിടെ ഒരു കൃത്യമായ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നോട്ട് പോക്ക് കഴിഞ്ഞ സീസണുകളെയൊക്കെ അപേക്ഷിച്ച് ഈ സമയം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. മറിച്ച് അവിടുത്തെ സ്വർണം മോഷണം നടത്താൻ മറ്റുള്ള കാര്യങ്ങളാണ് സർക്കാർ അതിനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റുന്നതുമായി, അവിടുത്തെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട്, മോഷ്ടിച്ചു എന്ന് വേണം പറയാൻ, മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പത്മകുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത് കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ അന്വേഷണം ചെന്നെത്തി നിൽപ്പുണ്ട്. ഇനി അടുത്തത് ആരാണ് എന്നതിനുള്ള ഒരു ഊഴമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഇനി എത്ര ഇടതുപക്ഷ സഖാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകും എന്ന് വേണം ഇനി അറിയാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം ഹിന്ദു വിരുദ്ധവും എന്നാൽ ഭീകരവാദികൾക്ക് യഥേഷ്ടം അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തവുമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതൊരിക്കലും നമുക്ക് വച്ചുപൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. നോമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ, അതായത് മറ്റുള്ള ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കരുത് എന്ന
തിട്ടൂരം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞവർക്ക്, കാസർഗോഡ് വെള്ളിയാഴ്ചയിലെ ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളെ വളരെ ക്രൂരമായി ആക്രമിച്ച SDPI പ്രവർത്തകർക്ക് കാര്യമായ രീതിയിലുള്ള ഒരു വളം വെച്ചു കൊടുക്കുന്ന കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഈ പശ്ചാത്തലമൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇതൊരിക്കലും ശരിയായൊരു ദിശയല്ല. കാസർഗോഡ് നിന്ന് ISIS-ൽ ഭീകരവാദികൾ ഉൾപ്പെടെ പോയൊരു നാടാണ് കാസർഗോഡ്. ഇത്തരമൊരു സ്ഥിതി കാസർഗോഡിൻ്റെ ഒരു 10 വർഷത്തെ ഒരു സ്ഥിതി എടുത്തു നോക്കിയാൽ, 10-20 വർഷത്തെ ഒരു സ്ഥിതി എടുത്തു നോക്കിയാൽ ധാരാളം അനധികൃതമായി ഉണ്ടാകുന്ന ധനം സമാഹരിക്കുന്നതിന് അവിടെ സാധിക്കുന്നു എന്നാണ്. പലപ്പോഴും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സ്വാഭാവികമെന്നോണം കാസർഗോഡിൽ വളരെയധികം സ്വാഭാവികമാണ്. കാസർഗോഡിൽ ഒരുപാട് ഈ ഇത്തരം സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഇതെല്ലാം വളരെ സ്വാഭാവികമായി നികുതി വെട്ടിക്കൽ പരിപാടിയുടെ ഭാഗമാണ് എന്നൊക്കെയാണ്. ഇത് നോർമലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച തുക വളരെ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കാനുള്ള സാധ്യത. ഉപയോഗിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സമാഹരിച്ച പൈസ കൊണ്ട് അവിടെ സ്ഥലങ്ങൾ കൂടുതലായി വാങ്ങിക്കൂട്ടുക, അവിടെ സ്വത്തുക്കൾ കൂടുതലായി സമ്പാദിച്ചെടുക്കുക, അത്തരം സ്വത്തുവകകളുടെയും സമ്പാദ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതര മതസ്ഥർക്ക് അവരുടെ ആരാധന നടത്തുന്നതിനുള്ള അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ, സർക്കാർ പരിപാടികൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ നടത്തുന്ന രീതിയിൽ അവർ ഈ കാശിനെ വിനിയോഗിക്കുന്നുണ്ട്, അവരുടെ സമ്പാദ്യം വിനിയോഗിക്കുന്നുണ്ട്, അവർക്ക് അധികാരത്തിന്മേൽ അവരുടെ സ്വാധീനം വിനിയോഗിക്കുന്നുണ്ട്. ഇത് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നത്? നാളെ ഇതൊരു ഭീകരവാദി ഫാക്ടറി ആകാൻ കണക്കിന് കാസർഗോഡിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഒന്നാകെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കാസർഗോഡ് ഇത്തരമൊരു പ്രവർത്തനങ്ങളുടെ ഒരു പങ്ക് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ശരിക്കും എതിർക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, തികച്ചും ഇതിനെതിരെയുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. അതിന് വളരെ കൃത്യമായൊരു അന്വേഷണം തന്നെ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെയും ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.